ആരെ കാണണോ അവന്? ജൂണിനോ? എടാ VNVക്ക് CK മാരിയെ വേണമെന്ന് പറഞ്ഞാൽ CK മാരിയെ ഞാൻ കൊണ്ട് നിർത്തി കൊടുക്കും, മനസ്സിലായോ? അല്ല, കൊണ്ട് നിർത്തി കൊടുക്കും ഞാൻ. എന്ത് ചെയ്യാൻ പോണോ നോക്കട്ടെ. എടാ നീ അവിടെ നിങ്ങളവിടെ ഒന്ന് റീഗ്രൂപ്പ് ചെയ്ത് ഒന്ന് എന്റെ കോൾ കേട്ട് ഒന്ന് ഇവിടെ വന്ന് ഗ്യാങ് ഹൗസ് വന്ന് എന്തുവാ ശരി ഗ്യാങ് ഹൗസ് വണ്ടി ഞാൻ KV ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ ഷെയ്ഖിനെ കൊണ്ടിരുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. മാരിനെ കാണണം പോലും. മാരിനെ കാണണം, കാണിച്ചു കൊടുക്കാം. ഞാൻ പറയട്ടെ, എല്ലാ ആൾക്കാരെ വെച്ചാണ്ട് ഒമാരെ രണ്ടാൾക്കാരെങ്കിൽ രണ്ടാൾക്കാരെ അടി, എന്നിട്ട് ഹോസ്റ്റേജ് എടുക്കും. ഒമാരൊക്കെ അടിയാൻ തീർത്ത് കൊടുക്കാം. 19 പേരുണ്ട്. 19 എത്ര പേരുണ്ടായില്ല. എല്ലാം ഇവിടുന്ന് കണ്ടുന്നിട്ട് അടിക്കാണ്ടാണെങ്കിൽ നമുക്ക് ഹോസ്റ്റേജ് എടുക്കാം. ഇവിടെ ഒരു പിറ്റിങ്ങിനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. MRC ഓൾറെഡി ഇറങ്ങി അടി തുടങ്ങിയിട്ടുണ്ട്. ഷിബു ഓർഡർ പിക്ക് എടുത്തിരിക്കുന്നു. ഷിബു രണ്ടാമത്തെ പിക്ക് എടുത്തിരിക്കുന്നു. നമ്മളെ പിള്ളേർ മിക്കവാറും അടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അടിച്ച് പൊളിക്കണം. അതിന്റെ മക്കളുടെ കടി കുറച്ചല്ല. നേരെ ലീഡറിന് എടുക്കണ് പോണ് സ്കൂട്ടർ വന്നുണ്ട്. ഇരിക്കണ്ടായിട്ടോ കണ്ട ഇവനെ വെറുതെ അടിക്കുന്നു പോകുന്ന ഉസ്മാൻ. അങ്ങനെ VNV ഓൾ ഡൗൺ ആയിട്ടുണ്ട്. വന്ന് ഞാൻ പുറത്ത് ഉസ്മാന്റെ ഫയലൊന്ന് ചെക്ക് ചെയ്യാൻ പോയതിന്. ചൂണിനെ എടുത്തത് മനസ്സിലായോ? ലീഡറിനെ നമ്മളെ ഗ്യാങ് പോലും ആവാത്ത സമയത്ത് നമ്മളെ മോണിറ്ററിംഗ് ടൈമിൽ ഇവന്മാര് വളഞ്ഞിട്ട് അടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പം തൊട്ട് ഞാൻ നോക്കിയ, പക്ഷെ അപ്പം തൊട്ട് ഒന്നീ ഫാൽക്കന്റെ ബാൻ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ടൈം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് അന്നോട്ട് എനിക്ക് എന്താ വെച്ചാൽ എന്തുവാ എവിടെ എന്ത് സംഭവം? വള്ളിയാണോ? സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങോട്ട് എല്ലാരും വാ. വണ്ടോണ്ടേ ഹലോ ഇസ്മായില്. അല്ലല്ല ഇല്ലല്ല ഇതുവരെ ഇല്ല. ആ മാക്കിനറിയാം. മാക്കിന്റെ നമ്പർ ഉണ്ട്. ഹലോ, ഇത് MRZ-ആണോ? ഒന്ന് എവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? ഞങ്ങള് ചെറിയൊരു പരിപാടിയിലാണ് ബ്രോ. പറഞ്ഞോളൂ, ഇതാരാണ് വിളിക്കുന്നത്? പേരെന്ന് പറയാമോ?
ഇത് VNVയിലെ ലീഡറാണ് വിളിക്കുന്നത്. ഒന്ന് കാണാൻ പറ്റുമോ? VNVയിലെ ലീഡർ എന്ത് പറ്റി ബ്രോ? എന്തായാലും കാര്യം ബ്രോ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതിനെ കുറിച്ചൊന്ന് ചോദിക്കാനാ. സംസാരിക്കാനാണോ? ഓ സംസാരിക്കാനാണ്. ഓക്കെ. നമ്പർ ഒരു ഗ്യാങ് കൊണ്ടുപോയിക്കണേ. നിന്റെ വാങ്ങിച്ചേ? അത് കുഴപ്പമില്ല. എന്നെ പിടിച്ച് കൈ പൊക്കി നിന്നെ കൈ പൊക്കിച്ചിട്ട് വാങ്ങിച്ച നമ്പര്? ഓ ശരി. എന്തിനാടാ അടിച്ച സംഭവം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയണേ. തൽക്കാലം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. എടാ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് സംസാരിക്കട്ടെ. ഇല്ല നമ്മൾ സിറ്റിസൺസ് ആണ്. സിറ്റിസൺസ് ആണെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാന്നുണ്ടോ? ഇല്ല. പിന്നെ സിറ്റിസൺസിന് എന്തും ചെയ്യാവുന്ന റൂൾ ഉണ്ടോ? ട്രിഗറെ നമ്മള് സംസാരിക്കാൻ വന്നല്ലേ? ട്രിഗറെ അല്ല ട്രിഗർ അല്ല ബ്രോ. ജൂൺ ബ്രോ ഈ ടോണിലല്ല എന്നോട് സംസാരിച്ചത്. എനിക്ക് ഷുക്കൂർ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഈ സിറ്റുവേഷൻ. ആരടിക്കുന്നത്? ഞാൻ അവന്റെ ലീഡറിനോട് എന്റെ ജീവിതത്തിൽ ഇത്ര മാന്യമായിട്ട് ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടില്ല. ഗ്യാങ് ഫോമായി ഫസ്റ്റ് അവരെ അടിച്ചിറക്കുക. എടാ ഇത് എന്റെ പേഴ്സണൽ ആണ്. ഇത് എന്റെ ഫാൽക്കൺ അടിച്ചതിന് ഞാൻ സാന്റിന്ന് വന്ന മനസ്സിലായോ? മീശ വെച്ചൊരു കണ്ടി ഉണ്ടായിരുന്നടാ കൂട്ടത്തി. മീശ വെച്ചൊരു ഒരു സെക്കൻഡ് കൊണയെന്നേ ഇവന് വാ തുറക്കല് കൊടക്കെ. വെയിറ്റ് മീശ തീട്ട പറ്റി തൂത്ത് എന്തോ നോക്കിയാ പോരെ ബാക്കി. മതി. ഫാൽക്കണ് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഒബീഡിയന്റ് RP ചെയ്തു. ഐ മീൻ ഒബീഡിയന്റ് ഹോസ്റ്റേജ് സിറ്റുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെയാണ് പറഞ്ഞത്. ലൈക്ക് ഹീസ് എ ഗുഡ് പ്ലെയർ. മനസ്സിലായോ? അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഗ്യാങ്ങിനോടുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ്. അത് നമ്മളോടുള്ള ഒരു ഉത്തരവാദിത്വം. അല്ലെങ്കിൽ അവൻ കാരണം ഒരിക്കലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നൊരു കാര്യം കൊണ്ട് അവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീൽ ഗെറ്റ് ദാറ്റ് റിട്ടേൺ. ഹീൽ ഗെറ്റ് വാട്ട് ഹീ ഷുഡ് ഗെറ്റ്. നീ നിലവ് തുടച്ചേ കാട്ടെ. നീ നിലവ് തുടങ്ങി കാട്ടെ. നീ ഇതൊന്ന് ഈ സെല്ലൊന്ന് തുടയടാ. ഈ സെല്ലും തുടച്ചടാ. കാല് പിടിച്ചോണ്ടു ആഗ്രഹം ഉണ്ടായിനടാ. അത്ര ഒരു തുള്ളി മതിയാ കത്താൻ. ബുള്ളറ്റുകളാണോ കണ്ടു? അതെങ്ങെത്തിയല്ലോടാ. നിന്നെ നേരത്തെ ഞാൻ എന്താ വിളിച്ചേ? നീ എന്നെ വിളിച്ചത് ഞാൻ തീരുമാനിച്ചു തരണോ? നീ പറ. ഇങ്ങോട്ടോ ഞാൻ പറയാ. നീ നേരത്തെ നീ 9 വിളിച്ചില്ലേടാ? നീ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചില്ലേ? എന്ത് നീ അതിന്റെ മുന്നേ വേറൊന്നും കൂടി വിളിച്ചായിരുന്നു. മനസ്സിലായോ? അതിനുള്ള ഞാൻ തരാം. നീ എന്താ വിളിച്ചത്? നീ വിളിച്ചതല്ല ഞാൻ പറഞ്ഞു തരണ. എഡ്യൂക്കേഷൻ മാറ്ററാ. പിന്നെ ഞാൻ ഇത് എടാ മണി ടോക്സ് മാത്രം പോരാ. മനസ്സിലായ? ബുദ്ധി കൂടി വേണം. ഇരിക്കുന്ന എനിക്ക് സേഫ് കഴിയട്ടെ. അപ്പൊ കാണിച്ചരാ. നാളെ നീ ഒരു കേസും പറയണ്ട. ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാ. മനസ്സിലായ? പറയണം കേട്ടാ. അവൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ബ്രോയുടെ ഈ ചെക്ക് എന്തൊക്കെ എന്നോടൊന്നും പറഞ്ഞായിരുന്നു. അതൊക്കെ ബ്രോ ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോറി ഞാൻ എപ്പോഴും കപ്പിളാർപ്പിയുടെ പുറകെ പോയതൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ എപ്പോ പോയി? ഇന്നലെ രാത്രി 2 മണിക്ക് ശേഷമാണ് ഞാൻ കപ്പിളാർപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ പ്രീവാറും കഴിഞ്ഞതിന് ശേഷമാണ് കപ്പിളാർപ്പ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് ഗ്യാങ് ആർപ്പ് ചെയ്യേണ്ടത്? നിങ്ങൾ തൽക്കാലത്തേക്ക് അതിന്റെ കാര്യത്തിൽ എന്നെ ഒന്ന് പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
ചേട്ടാ നീയൊക്കെ പറഞ്ഞു, നിനക്കൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഇവിടെ ഫോമാവുന്നിടം വരെ ഭയങ്കരമായിട്ട് ഈ പല പേരുകളും എനിക്ക് ഓർമ്മയുണ്ട്. ഈ വരുന്നിടം വരെ പ്രൈസ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പം മറ്റേ മൂഞ്ചിത്തരം പറയുമ്പോൾ എനിക്കൊന്നും ഇതിനൊന്നും പറയാനില്ല. ഞാൻ ഹോസ്റ്റേജ് ചെയ്യാൻ റഹിയാനത്ത് ബ്രോ, ഇത് ഞാൻ മാറ്റി പറയിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് ഇതിന് മറുപടി ഒന്നും പറയാനില്ല. ഇത് ഞാൻ മാറ്റി പറയും ഒരു ദിവസം. നീയൊക്കെ ഇത് മാറ്റി പറയുന്നൊരു ദിവസം വരും കേട്ടോ. എൻ്റെ പിള്ളേർ കുറച്ചങ്ങോട്ട് ഡൗൺ ആയെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ നീയൊക്കെ കൈ ഒഴിയുമായിരിക്കും, ഞാൻ കൈ ഒഴിയൂല, മനസ്സിലായോ? എനിക്കത് എപ്പോഴും പലരും പറയുന്ന പോലെ എനിക്കതൊരു ഗ്യാങ് അല്ല, ഇതൊരു ഫാമിലിയാണ്, മനസ്സിലായോ? ഒരുപാട് ഹേറ്റ് പറയുന്നുണ്ടല്ലോ, ഇവരെ നിന്നെയൊക്കെ കൊണ്ട് ഞാൻ തിരിച്ച് പറയിപ്പിക്കും. വടക്കൻ വീട്ടിലാ മനസ്സിലായോ? നീക്ക് ഒരുത്തനെ തൊട്ട് വെക്കും, കേറി മേഴയും, മനസ്സിലായോ? വീഡിയം കണ്ടികളോടെ വീഡിയം വീട്ടിൽ മാണങ്ങൾ. ഈ ഇമ്പ്രൂവ്മെന്റ് എന്റെ വ്യൂവേഴ്സിനുള്ളതാണ്, എന്റെ OG വ്യൂവേഴ്സിന്. എന്നെ കളിയാക്കാൻ വന്ന ഉണ്ടല്ലോ, അവരുടെ മുന്നിൽ എന്റെ ഓഡിയൻസ് ഒരിക്കലും താഴെ ഇരിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട്, അത്രേ ഉള്ളൂ. പറ്റത്തില്ലെങ്കിൽ വാണം വീട്ടിൽ പോയിട്ട് വല്ല എവിടെ നിന്റെ ജൂണം തേടാ, എവിടെ നിന്റെ BNVയുടെ ഭാഗത്തേക്ക് നല്ലൊരു ഫയറിംഗ് ആണ് എമർസന്റെ ഭാഗത്ത് നിന്ന് വന്നോണ്ടിരിക്കുന്നത്. വിളിക്കണം, മനസ്സിലായ? ഐ തിങ്ക് എമർസഡ് അവിടെ BNVനെ ഓൾ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇഞ്ചിട്ടോ നല്ലൊരു കളിയായിരുന്നു അത്, അവിടെ കാണാൻ സാധിച്ചത് നല്ലൊരു കളിയായിരുന്നു.